ഈ പുഴയും കടന്ന സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വിനീതേട്ടന്റെ കാര്യം ഓർത്തപ്പോൾ കാവേരിയുടെ നെഞ്ചൊല്ലൊരു തീ കോരിയിട്ടതുപോലെ തോന്നി. അവൾ വേഗം യമുനയുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു. അപ്പോഴേക്കും യമുന കരച്ചിൽ നിർത്തിയിട്ടില്ലായിരുന്നു. പേടിയും സങ്കടം കൊണ്ട് ആ പാവം കുട്ടി ആകെ തളർന്നിരുന്നു. യമുനെ, നീ കരഞ്ഞിട്ടിനി എന്താ കാര്യം? കാവേരി അവളുടെ തോളിൽ പിടിച്ചു കുലുക്കിക്കൊണ്ട് ചോദിച്ചു. നമ്മൾ എവിടെ ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്ന വിനീതേട്ടൻ പുറത്തിറങ്ങുമോ? ഇല്ലല്ലോ. നീ ഒന്ന് മനസ്സ് വെച്ചാൽ മാത്രമേ ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. യമുന കണ്ണു തുടച്ച് കാവേരി നോക്കി. എന്ത് ചെയ്യാനാ ചേച്ചി? എനിക്ക് ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ഒരു സഹായത്തിന് നിവിൻ പോലും ഇല്ലാത്ത അവസ്ഥയാ. ഞാൻ കാരണം പാവം വിനീതേട്ടൻ. യമുന വീണ്ടും പൊട്ടിക്കരഞ്ഞു. നീ കരയാതെ കാര്യം പറ, കാവേരി കുറച്ചുകൂടി ഉച്ചസ്വരത്തിൽ പറഞ്ഞു. യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു എന്ന് പോലീസുകാരോട് നീ പറയണം. തനിക്കൊരു പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ പറ്റുമോ? നീ ഒരു പരാതി കൊടുത്താൽ അത് സ്ട്രോങ് ആയിരിക്കും. ആ വിശാലിനെ അകത്തിടാനുള്ള എല്ലാ വകുപ്പും ഇപ്പോൾ അതിനുണ്ട്. യഥാർത്ഥത്തിൽ നടന്നത് എന്താണെന്ന് നീ പോലീസുകാർക്കും ജയപാലനും ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ വിനീതിനെ പുറത്തിറക്കാൻ ആ ജയപാലൻ തന്നെ നമ്മുടെ മുന്നിൽ വന്ന് കെഞ്ചും. അതെനിക്കുറപ്പാണ്. കാവേരിയുടെ വാക്ക് കേട്ടപ്പോൾ യമുനയുടെ ഉള്ളിൽ ഒരു ചെറിയ ധൈര്യം വന്നു. ചേച്ചിക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ വിനീതേട്ടന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഞാൻ കാരണം വിനീതേട്ടൻ ആ ജയിലിൽ കിടക്കാൻ പാടില്ല. എനിക്കത് സഹിക്കാൻ പറ്റില്ല ചേച്ചി. അങ്ങനെ വീട്ടിൽ ആരോടും പറയാതെ യമുനയെ കാവേരി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചു. മനസ്സിൽ വല്ലാത്ത വാശിയുണ്ടായിരുന്നു കാവേരിക്ക്. സത്യം എന്തായാലും തെളിയിച്ചേ പറ്റൂ എന്ന വാശി. പോലീസ് സ്റ്റേഷൻ എത്തിയപ്പോൾ ജയപാലൻ അഹങ്കാരത്തോടെ നിൽക്കുമായിരുന്നു. തൻ്റെ പണത്തിൻ്റെയും സ്വാധീനത്തിൻ്റെയും ബലത്തിൽ വിനീതിനെ അവിടെ തന്നെ കിടത്തിയങ്ങ് നിരകിപ്പിക്കാമെന്നായിരുന്നു അയാളുടെ വിചാരം. പോലീസുകാരൻ എന്തൊക്കെയോ പറഞ്ഞ് ചിരിച്ചു നിൽക്കുന്നതിനിടയിലാണ് യമുനയും കാവേരി സ്റ്റേഷനിലേക്ക് കയറി വരുന്നത്. ജയപാലൻ അത് കണ്ടു. കാവേരി കണ്ടപ്പോൾ ജയപാലൻ്റെ മകൻ വിശാലിൻ്റെയും ഉള്ളിൽ ചെറിയൊരു ഭയം മിന്നി മറിഞ്ഞു. കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവുകയാണോ എന്ന് ജയപാലൻ ഒരു നിമിഷം ചിന്തിച്ചു. പോലീസുകാരൻ കാവേരിയെ കണ്ടപാടത്തിന്റെ പുച്ഛത്തോട് ചോദിച്ചു. വീണ്ടും വന്നോ? ഇവിടെ നീ എത്ര കയറിയിറങ്ങിയിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് ഞങ്ങൾ നേരത്തെ തന്നെ ബോധ്യപ്പെടുത്തിയതല്ലേ? കാവേരി തെല്ലും പതറാതെ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി. ഞാൻ ഇവിടെ വന്നത് എൻ്റെ അനിയത്തിക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാ. സാറിന് അത് സാധിക്കില്ലെങ്കിൽ ഇതിനു മുകളിലും പോലീസുകാരും സ്റ്റേഷനും ഒക്കെയുണ്ടല്ലോ. ഞാൻ അവിടെ പോയി പരാതിപ്പെട്ടോളാം. അവളുടെ ആ ഒരു സംസാരം കേട്ടപ്പോൾ പോലീസുകാരന് മനസ്സിലായി ഇവൾ വെറുതെ പോവില്ല എന്ന്. എന്താ കാര്യം പറ, നീ പറ. പോലീസുകാരനെ കുറച്ചൊന്ന് അയഞ്ഞു. കാവേരി യമുനയെ മുന്നിലേക്ക് നിർത്തി. യമുനെ, നിനക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം നീ സാറിനോട് പറ. യമുന പേടിയോടുകൂടെയാണെങ്കിൽ പറയാൻ തുടങ്ങി. സാറേ, യഥാർത്ഥത്തിൽ വിനീതേട്ടൻ നിരപരാധിയാ. എന്നെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാ വിനീതേട്ടൻ ശ്രമിച്ചത്. സ്വന്തം പെങ്ങൾ ഒരു അപകടത്തിൽപ്പെട്ട ഏതൊരാങ്ങളെയും പ്രവർത്തിക്കുന്നത് മാത്രമേ വിനീതേട്ടനും ചെയ്തിട്ടുള്ളൂ. ഈ നിൽക്കുന്ന വിശാല എന്നെ കള്ളം പറഞ്ഞ് മാർത്താണ്ഡത്തേക്ക് ഒരു ഫാം ഹൗസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പൂട്ടിയിട്ടത്. എന്നെ ശാരീരികമായി ഉപദ്രവിക്കാനും അവൻ ശ്രമിച്ചു. എൻ്റെ വീട്ടുകാർ എന്നെ അവിടെ വെച്ച് കണ്ടെത്തി. അവൻ്റെ കയ്യിൽ നിന്നും ഒരു വിധത്തിലാണ് അവൻ എന്നെ രക്ഷപ്പെടുത്തിയത്. ആ സമയത്തുണ്ടായ കശപിശയിലാണ് വിനീതേട്ടൻ അവനെ തല്ലേണ്ടി വന്നത്. അല്ലാതെ എൻ്റെ വിനീതേട്ടൻ മനഃപൂർവ്വം ഒന്നും കയറി അടിച്ചിട്ടൊന്നുമില്ല സർ. ഇത്രയും കേട്ടപ്പോൾ തന്നെ ജയപാലിന്റെ സംഘടിപ്പ് കൂടി. കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവുകയാണെന്ന് അയാൾക്ക് ഉറപ്പായി. അയാൾ വേഗം പോലീസിന്റെ അടുത്തേക്ക് ചെന്നു. സാറേ, ഇതൊക്കെ വെറും കള്ളക്കേസാണ്. ഇപ്പൊ എങ്ങനെയെങ്കിലും ഇവനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് ഇവളും അനിയന്തി കൂടി ഉണ്ടാക്കുന്ന കള്ളക്കഥ ഇതൊക്കെ. ഏതെങ്കിലും പെൺകുട്ടികൾ സ്വന്തം മാനം വെച്ച് ഇങ്ങനെയൊക്കെ കളിക്കോ? അത്രയും തരം താഴ്ന്ന കുടുംബം ഇവരുടേത്. നമ്മളെ പോലുള്ള മാന്യന്മാരൊന്നും ഇവരുമായിട്ട് ഇടപെടാൻ പോലും കൊള്ളത്തില്ല സാറേ. ജയപാലൻ ശബ്ദമുയർത്തി പറഞ്ഞു. കാവേരി വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഓ, അങ്ങനെയാണെങ്കിൽ സാറിന് ഈ ഒരു പരാതി എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുകളിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്ക് പരാതി കൊടുത്തോളാം. അല്ലെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ നടന്നത് മാർത്താണ്ഡത്തല്ലേ? ഞാൻ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തോളാം. കാവേരിയുടെ ആ വാക്കുകൾ ജയപാലിന്റെ നെഞ്ചത്താണ് കൊണ്ടത്. ഇത് പെണ്ണു കേസാണെന്നും കാവേരി അങ്ങനെ ഒരു പരാതി കൊടുത്താൽ പിന്നെ തന്റെ മകന്റെ ഈ ഒരു ജന്മം പോലും മകന് പുറത്തിറങ്ങാൻ പറ്റില്ല എന്നും ജയപാലിന് നന്നായിട്ട് അറിയാമായിരുന്നു. പോലീസുകാരൻ പെട്ടെന്ന് ജയപാലിനെ കാവേരിയുടെ അടുത്ത് നിന്ന് മാറ്റി നിർത്തി പതുക്കെ പറഞ്ഞു. എടാ, ഈ കുട്ടികൾ പറയുന്നത് സത്യമാണോടാ? ജയപാലൻ വിക്കി പറഞ്ഞു. അത് പിന്നെ സാറേ, ഒരു തെറ്റിദ്ധാരണ അത്രയുള്ളൂ. ആ പെണ്ണ് ഇവന്റെ പിന്നാലെ ചെന്നതാ. അപ്പോ ഇവൻ ചെറുതായിട്ടൊന്ന് പൂട്ടിയിട്ടു എന്നും കരുതി ഇവൻ ഇങ്ങനെ അടിച്ചു കൊല്ലാൻ അവർക്ക് എന്താ അവകാശമുള്ളത്? പോലീസുകാരൻ തലയാട്ടി. അപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം എനിക്ക് മനസ്സിലായി ജയപാല. ഇതെന്റെ കയ്യിൽ നിൽക്കുന്ന കേസൊന്നുമല്ല. കണ്ടെടുത്തോളം ആ കാവേരി അത്ര പാവമാളൊന്നുമല്ല. അവൾക്ക് അത്യാവശ്യം നിയമമൊക്കെ വശമുണ്ട്. ആ കൊച്ചു ഒരു പരാതി അങ്ങ് എഴുതി കൊടുത്താൽ പിന്നെ ആയുഷ്കാലം മുഴുവൻ തൻ്റെ മകൻ ജയിലിൽ കിടന്നോളും. ജയപാലൻ അക്ഷരാർത്ഥത്തിൽ അങ്ങ് മുട്ടിട്ടിക്കാൻ തുടങ്ങി. ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത് സാറേ? വേറെന്ത് ചെയ്യാനാ? അവരുമായിട്ട് നയത്തിലൊന്ന് സംസാരിക്ക്. ആ ചെറുക്കൻ വിനീതിനെ പെട്ടെന്ന് തന്നെ വെറുതെ വിടാമെന്ന് പറ. ഇപ്പം അതല്ലാതെ വേറെ മാർഗമൊന്നും ഞാൻ കാണുന്നില്ല. ഒരു കോംപ്രമൈസ് ചെയ്യുന്നതായിരിക്കും ഇപ്പം നിനക്ക് നല്ലത്, പോലീസുകാരൻ ഉപദേശിച്ചു. ജയപാലൻ അങ്ങനെ ഗത്യന്തിരമില്ലാതെ തന്നെ അവരുടെ അടുത്തേക്ക് വന്നു. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണൊരവസ്ഥയായിരുന്നു ജയപാലൻ്റേത്.
എന്താ സാറേ നിങ്ങൾ രണ്ടുപേരും അവിടെ മാറി നിന്ന് സംസാരിക്കുന്നത്? കാവേരി ഉച്ചത്തിൽ ചോദിച്ചു. ഞാൻ മറ്റൊരു സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കണോ? എനിക്ക് ഇവിടെ നിന്ന് നീതി കിട്ടാത്തത് കൊണ്ടാണെന്ന് ഞാൻ അവിടെ പോയി വ്യക്തമാക്കിക്കോളാം. സാറിന്റെ തൊപ്പി ഇറക്കുന്ന കേസായത്. എന്താ കുട്ടി ഇത്? പോലീസുകാരൻ അനുനയത്തിൽ പറഞ്ഞു. ഞാനൊരു കാര്യം പറയാം. ഇങ്ങനെ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് കുട്ടിയുടെ അനിയത്തിയുടെ ഭാവിയെ ബാധിക്കും. ഇങ്ങനെയുള്ള കേസുകളൊക്കെ ഒരുപാട് കണ്ട അനുഭവം വെച്ചാൽ ഞാൻ പറയുന്നത്. കോടതി ചോദിക്കുന്ന പല ചോദ്യങ്ങളും കേൾക്കുമ്പോൾ ഈ കുട്ടി തന്നെ അങ്ങ് തൊലി ഉരിഞ്ഞു നിൽക്കേണ്ട ഒരു അവസ്ഥ വരും. അതുമാത്രമല്ല ഇവന്റെ കൂടെ എന്തിനു പോയി എന്നൊരു ചോദ്യവും വരും. കാവേരി പുച്ഛത്തോടെ ചിരിച്ചു. അതൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം സാറേ. സാറിന് ഇപ്പോൾ പരാതി എഴുതിയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അത് കേട്ട ജയബാലൻ വേറെ വഴിയില്ലാതെ മുന്നോട്ട് വന്നു. നോക്ക് കാവേരി, ഇപ്പോൾ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ മകൻ്റെ പിന്നാലെ ചെന്ന ഇവളെ പറ്റി നാട്ടുകാരെ മുഴുവൻ അപകീർത്തി ഉണ്ടാക്കും. നാട്ടിൽ മാത്രമല്ല കോടതിയിലും പല ചോദ്യങ്ങളും വരും. ഇപ്പൊ തന്നെ നിനക്ക് എന്താ വേണ്ടത്? അവനെ പുറത്തിറക്കണം, അത്രയല്ലേളൂ. ഞാൻ കൊടുത്ത പരാതി ഞാൻ അങ്ങ് പിൻവലിച്ചോളാം. വിനീത് എൻ്റെ മകനെ ഉപദ്രവിച്ചു, അതുകൊണ്ടാണ് ഞാൻ പരാതിപ്പെട്ടത്. അല്ലാതെ ഈ പരാതി നീയും അങ്ങ് കൊടുക്കാതിരുന്ന പ്രശ്നം അങ്ങ് തീരും. ജയബാലൻ അല്പം തന്നെ ഗമയിൽ തന്നെ പറഞ്ഞു തീർക്കാൻ ശ്രമിച്ചു. പിന്നെ ജയബാലനെ തോൽപ്പിച്ചു എന്ന് നീ കരുതണ്ട. കാവേരിയുടെ കണ്ണുകളിൽ അഗ്നി പോലെ ജ്വലിച്ചു. അവൾ ജയബാലന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അത് തന്നെയാ ജയബാലൻ സാറേ എനിക്കും പറയാനുള്ളത്. എതിരെ നിൽക്കുന്നത് കാവേരിയാണെന്ന ചിന്തയോടെ വേണം സാറ് മുന്നോട്ട് പോവാനേ. എൻ്റെ അച്ഛൻ്റെ മരണത്തിന് തന്നോട് പകരം ചോദിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ അരവിന്ദൻ്റെ മകളാവുന്നത്? എനിക്കും ഒരു അവസരം വരുമ്പോൾ തനിക്കുള്ളത് ഞാനേതായാലും തന്നിരിക്കും. ഇതെൻ്റെ വാക്കാണ്. കാവേരിയുടെ വാക്കുകൾക്ക് മുന്നിൽ ജയബാലൻ ഒരക്ഷരം പോലും മിണ്ടാതെ നിന്നുപോയി. ഒടുവിൽ പോലീസ് വിനീതിനെ വെറുതെ വിട്ടു. വിനീതും കാവേരിയും യമുനയും തലയുയർത്തിക്കൊണ്ട് ജയബാലന്റെ വിശാലിന്റെ മുന്നിലൂടെ നടന്നുപോയി. അത് കണ്ടപ്പോൾ വിശാലിന്റെ ദേഷ്യം സഹിക്കാനായില്ല. എന്തിനാച്ചാ കേസ് പിൻവലിച്ചത്? ഇതിപ്പോൾ അവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എൻ്റെ അച്ഛൻ വീണ്ടും അങ്ങ് തോറ്റില്ലേ? അവൻ ചോദിച്ചു. ജയബാലൻ ദേഷ്യത്തോടെ അവനെ നോക്കി. എടാ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇത് പെണ്ണ് കേസാണെന്ന്. അവരൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിന്നെ രക്ഷിക്കാൻ ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും നടക്കില്ല. എനിക്ക് പണമുണ്ട്, ഹോൾഡുണ്ട് എന്ന് കരുതിയിട്ട് ഇങ്ങനെയുള്ള കേസൊന്നും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലടാ. വിശാല് പതുക്കെ അടങ്ങി. കാര്യത്തിന്റെ ഗൗരവം അവന് മനസ്സിലായിരുന്നു. നീ സമാധാനപ്പെട്. ജയബാലൻ പല്ലിറുമ്പി. ഇവരൊക്കെ എവിടെ പോവും? ഈ പുഷ്പവാടി എൻ്റെ കീഴിൽ തന്നെയല്ലേ ഇവർ ജീവിക്കുന്നത്? സമാധാനത്തോടെ ജീവിക്കാൻ ഒരൊറ്റ എണ്ണത്തിനെ ഞാൻ വിടില്ല. ജയബാലന്റെ വാക്കുകളിൽ പക നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. വിനീത് കാവേരിയുമായി യമുനയും വീട്ടിലേക്ക് കയറി വന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. പക്ഷേ ആ സന്തോഷം അധികമേരൊന്നും നീണ്ടു നിന്നില്ല. ശാരദാമ്മ പെട്ടെന്ന് തന്നെ വന്ന് കാവേരിയുടെ മുന്നിലേക്ക് കയറി നിന്നു. കാവേരിയും യമുനയും കൂട്ടി പോലീസ് സ്റ്റേഷനിൽ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ടാണ് എന്നെ വിട്ടയച്ചത്. വിനീത് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിച്ചു. അത് കേട്ടപ്പോൾ ശാരദാമ്മയുടെ മുഖം മാറി. മോൻ വന്നതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ട്. പക്ഷേ ഒരു വക്കീലിനെ വെച്ച് മോനെ അവിടെ നിന്നും ഇറക്കാൻ സാധിക്കുമായിരുന്നില്ലേ? ഈ യമുനയും കൂട്ടിയിട്ട് എന്തിനാ ഇവൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയത്? ഞങ്ങളോടൊരു വാക്ക് പോലും പറയാതെ നീ എന്തായി ചെയ്തത്? അത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ കാവേരി? യമുന വേഗം ഇടപെട്ടു. അമ്മേ, വേറെ വഴിയുണ്ടായിരുന്നില്ല. വിനീതേട്ടനെ രക്ഷപ്പെടുത്തണ്ടേ? സത്യാവസ്ഥ എല്ലാം തന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിലോട് പറഞ്ഞതുകൊണ്ടാണ് വിനീതേട്ടനെ വെറുതെ വിട്ടത്. എന്തിന്? ശാരദ വീണ്ടും ചൂടായി. ഞാൻ പറഞ്ഞതാ നിന്നോടാ ജയബാലൻ ഒരുപാടധികം ബന്ധമൊക്കെയുള്ള ആളാ. അയാൾക്ക് നല്ല ഹോൾഡുമുണ്ട്. ഇനിയിപ്പോൾ ഇത്രയൊക്കെ ചെയ്തതിന് അയാൾ എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്നൊക്കെ ആർക്കറിയാം? കാവേരി ശാന്തമായി മറുപടി പറഞ്ഞു. വിശാലിനെതിരെ ഞങ്ങൾ പരാതി കൊടുത്തിട്ടൊന്നുമില്ലാമേ. കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിയപ്പോൾ തന്നെ കോംപ്രമൈസ് ആയിട്ട് അയാൾ തന്നെ മുന്നോട്ട് വന്നതാണ്. അതുകൊണ്ടാണ് വിനീതേട്ടനെ വെറുതെ വിടുകയും ചെയ്തത്. കേസ് കോടതിയിലേക്ക് പോയാൽ പിന്നെ സ്വന്തം മകൻ ശിക്ഷിക്കപ്പെടുന്ന അയാൾക്ക് പേടിയുണ്ട്. അല്ലാതെ അയാൾ സ്നേഹം കൊണ്ടൊന്നും വിട്ടയച്ചതല്ല. എന്നും കരുതി ഈ പനി പിടിച്ച് കിടക്കുന്ന കൊച്ചിനെയും കൂട്ടിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കയറിയിരിക്കാൻ നിനക്ക് എന്താ ഇത്ര കാര്യം? പേടിച്ചു വിരിച്ച് ഇന്നലെ അവൾ ഏതവസ്ഥയിലായിരുന്നു എന്ന് നീ കണ്ടതല്ലേ? ശാരദാമ്മ വീണ്ടും കാവേരിയെ കുറ്റപ്പെടുത്തി. കാവേരിക്ക് ആ വാക്കുകൾ വല്ലാതെ നൊന്തു. അവൾ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും മാറിപ്പോയി. അപ്പോഴാണ് ഗംഗ വരുന്നത്. വിനീതേട്ടൻ വന്നതിൽ തനിക്കൊത്തിരിയധികം സന്തോഷമുണ്ട്. പക്ഷേ വേറൊരു വഴി നമുക്ക് നോക്കാമായിരുന്നില്ലേ വിനീതേട്ടാ? ഗംഗയും തൻ്റെ അതൃപ്തി അറിയിച്ചു. അവൾ കാവേരിയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കാണ്. അത് വിനീതിന് സഹിച്ചില്ല. ഗംഗെ, നിങ്ങളെല്ലാവരും കൂടി എന്തിനാ അവളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? അവൾക്ക് മുന്നിൽ വേറൊരു വഴിയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടല്ലേ അവൾ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത്? അവൾ ശരിക്കും ഒരു പാവമാണ് എന്ന് പറയുമ്പോൾ സമയത്ത് തന്നെ ഗംഗ പുച്ഛിച്ച് തള്ളി. ഓ, പാവൊക്കെ തന്നെയാ. പക്ഷേ അവൾക്ക് എടുത്തുചാട്ടം ഇത്തിരി കൂടുതലാണ്. ഇതിൻ്റെയൊക്കെ ഭവിഷ്യത്ത് ഇനി എന്തൊക്കെയാണെന്ന് ആർക്കറിയാം? ആ ജയബാലനെ അടങ്ങിയിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവൾക്കൊരു വിചാരമുണ്ട്. അവൾക്ക് മാത്രമേ ഈ വീട്ടിൽ കുടുംബസ്നേഹമുള്ളൂ എന്ന്. എന്നിട്ട് വരാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും ചിന്തിക്കാതെ എടുത്തു ചാട്ടിയിട്ട് ഓരോന്നങ്ങ് പ്രവർത്തിച്ചോളും. അതിൻ്റെയൊക്കെ പരിണിതഫലം എന്തായി തീരുമെന്ന് അവൾ ചിന്തിക്കുന്നത് പോലുമില്ല. ഗംഗയുടെ വാക്കുകളിൽ വ്യക്തമായ നീരസമുണ്ടായിരുന്നു. എന്തായാലും വിനീതേട്ടൻ വാ എന്നൊക്കെ പറഞ്ഞ് ഗംഗ വിനീതിനെയും കൂട്ടി അകത്തേക്ക് പോയി. ഒറ്റക്കായ കാവേരിയുടെ കണ്ണുകൾ നിറഞ്ഞു. എല്ലാവർക്കും വേണ്ടി പകൽ കഷ്ടപ്പെട്ടിട്ടും ആരും തന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന ചിന്ത അവളെ വല്ലാതെ വേട്ടയാടി.
ഇതേ സമയത്തിന് ജയപാലിന്റെ വീട്ടിലേക്ക് പുതിയൊരു അതിഥി കൂടി വരികയാണ്. അത് മറ്റാരുമല്ല, ജയപാലിന്റെ സ്വന്തം മകൾ രാഗിണി. ബാംഗ്ലൂരിലെ പഠിത്തമൊക്കെ പൂർത്തിയാക്കി നാട്ടിലേക്ക് തിരിച്ചെത്തുകയാണ് അവള്. അച്ഛന്റെ തങ്ങിനി പകപ്പാണ് രാഗിണി. അഹങ്കാരവും സ്വാർത്ഥതയും കുശുമ്പും എല്ലാം ഒത്തിണങ്ങിയ ഒരു സ്വഭാവക്കാരി. വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ ജയപാലൻ അപ്പോൾ തന്നെ രാഗിണിയെ വിളിച്ചറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാവേരിയോട് കടുത്ത ദേഷ്യത്തിലാണ് രാഗിണി വരുന്നത്. രാഗിണി കാറിൽ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് കാവേരി തന്റെ സ്കൂട്ടറിൽ അതുവഴി വരുന്നത് അവൾ കണ്ടു. രാഗിണിയുടെ ചുണ്ടിൽ ഒരു വക്രചിരി വിടർന്നു. അവൾ മനഃപൂർവ്വം തന്നെ തന്റെ വാഹനം കാവേരിയുടെ സ്കൂട്ടറിലേക്ക് പതുക്കെ ഒന്ന് ഇടിപ്പിച്ചു. വണ്ടി വെട്ടിച്ചിട്ട് കാവേരി നിലത്തേക്കങ്ങ് വീണു. അവളുടെ കയ്യിലും കാറിലൊക്കെ ചെറിയ പോറലുണ്ടായിരുന്നു. രാഗിണി കാറിൽ നിന്നും ഇറങ്ങി ഗമയോട് കാവേരിയോട് അടുത്തേക്ക് നടന്നു വന്നു. നിലത്ത് വീണ് കിടക്കുന്ന കാവേരിയെ നോക്കിയിട്ട് അവൾ പുച്ഛത്തോടെ ചിരിച്ചു. നമ്മൾ തമ്മിലുള്ള കൂടിക്കാഴ്ച ഏതായാലും അടിപൊളിയായി. ഞാൻ നിന്നെ വൈകാതെ തന്നെ എൻ്റെ മുന്നിൽ തന്നെ മുട്ടുമടക്കിച്ച് പിടിച്ചല്ലോ. രാഗിണി പരിഹസിച്ചു. എന്താ, എന്നെ ഓർമ്മയില്ലേ? ഞാൻ ജയപാലിന്റെ മകളാ രാഗിണി. കാവേരി പെട്ടെന്ന് തന്നെ നിലത്തു നിന്നും എഴുന്നേറ്റ് അവളുടെ മുഖത്ത് ദേഷ്യം മിരിച്ചു കയറുന്നുണ്ടായിരുന്നു. വസ്ത്രത്തിലെ പൊടിയൊക്കെ തട്ടിക്കളഞ്ഞുകൊണ്ട് അവൾ രാഗിണിയുടെ നേർക്കങ്ങ് നടന്നു. പിന്നെ നിന്നെയൊക്കെ ഞാൻ മറക്കോ? കാവേരിയുടെ സ്വരം കടുത്തു. നിന്റെ മുന്നിൽ ഞാൻ മുട്ടുമടക്കിയെന്നോ? അങ്ങനെയൊന്നും മുട്ടുമടക്കില്ലടി ഈ അരവിന്ദന്റെ മകൾ കാവേരി. പറഞ്ഞു തീർത്തതും കാവേരി തന്റെ വലതു കൈ ചുരുട്ടി രാഗിണിയുടെ മൂക്കിനിട്ട് ഒറ്റ ഇടി അങ്ങ് വെച്ചു കൊടുത്തു. ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ അടിയിൽ രാഗിണി അങ്ങ് നിലത്തേക്ക് മറിഞ്ഞു വീണു. അവളുടെ മൂക്കിൽ നിന്നും ചെറിയ രീതിയിൽ ചോരയൊക്കെ പൊടിഞ്ഞു. കണ്ടോ, നീയൊക്കെ ഇത്രയുള്ളൂ, കാവേരി വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. എന്നോട് കളിച്ചു കഴിഞ്ഞാൽ മുന്നിൽ നിൽക്കുന്നത് ആരായാലും എങ്ങനെ ഞാൻ പ്രതികരിക്കുമെന്ന് ഈ കാവേരിക്ക് നന്നായിട്ടറിയാം. ഞാൻ അരവിന്ദന്റെ മകൾ കാവേരിയാണ്. എന്താ, ജയപാലിന്റെ മകൾക്ക് എന്താ എന്റെ സഹായം വേണോ? എഴുന്നേറ്റു വരാൻ. അപമാനം കൊണ്ട് രാഗിണിയുടെ മുഖം ചുവന്നു. അവൾ അവിടുന്ന് ചാടി അങ്ങ് എഴുന്നേറ്റു. എന്ത് പറഞ്ഞടി നീ? ഇനി ഈ രാഗിണി ഈ നാട്ടിൽ തന്നെ കാണും. എൻ്റെ അച്ഛന് തലവേദനയായി മാറിയിരിക്കുന്ന നിന്നെയൊക്കെ എങ്ങനെ ഒതുക്കണമെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമടി. കാവേരി ലവലേശം ഭയമില്ലാതെന്ന് ചിരിച്ചു. ഓ ആയിക്കോട്ടെ, മുന്നിൽ നിൽക്കുന്നത് ഈ കാവേരിയാണെന്ന് നിന്റെ അച്ഛനും ശരിക്കും അറിയാം. ഇത്രയും നാളെ നിന്റെ അച്ഛൻ തല കുത്തി നിന്നിട്ടും ഈ കാവേരിക്ക് മുന്നിൽ ജയിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. പിന്നെയാണോ അയാൾ കുറേ നെറികേടുകൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അതിനേക്കുള്ള ശിക്ഷ അയാൾക്ക് ഞാൻ പോകെ അങ്ങ് കിട്ടും. അതെന്താണെന്ന് വെച്ചാൽ കാവേരി അങ്ങ് കൊടുത്തോളാടി. ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ കാവേരി തന്റെ സ്കൂട്ടി എടുത്ത് ദേഷ്യത്തിൽ അവിടെ നിന്നും 2 ചുറ്റങ്ങ് ചുട്ടിട്ട് ചവിട്ടി അങ്ങ് സ്റ്റാർട്ട് ചെയ്തു പോയി. രാഗിണി പകയോടുകൂടെ അവൾ പോകുന്നതും നോക്കി നിന്നു. അവളുടെ അഹങ്കാരം അത് തീർത്തും ശരിക്കും അങ്ങ് ഞാൻ തീർത്തു കൊടുക്കും, അവൾ ഇങ്ങനെ മനസ്സിൽ ഉറപ്പിച്ചു. രാഗിണിയുടെ തിരിച്ചുവരവ് ജയപാലനും ഭാര്യയും പ്രവീണയും ഇങ്ങനെ വലിയ ആഘോഷമാക്കി മാറ്റിയിരുന്നു. ആരതിയൊക്കെ ഒഴിഞ്ഞ് അവളെ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് മകളെ അവൾ അകത്തേക്ക് സ്വീകരിക്കുന്നത്. പ്രവീണ രാഗിണിക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങളൊക്കെ വെച്ച് വിളമ്പി ഉണ്ടാക്കി കൊടുത്തു. സ്നേഹത്തോടെ അവർ അത് ഭക്ഷണം രാഗിണിക്ക് വിളമ്പി കൊടുത്തു. ഭക്ഷണം കഴിക്കുന്നതിന് രാഗിണി പറഞ്ഞു. അച്ഛാ, ആ കാവേരിയില്ലേ, അവളെ ഞാൻ ഇന്ന് കണ്ടിരുന്നു. നീ എന്തിനാ മോളെ അവളോടൊക്കെ സംസാരിക്കാൻ പോയത്? പ്രവീണ ആശങ്കയോട് ചോദിച്ചു. നമ്മുടെ ജന്മശത്രുവായ അവളെ ഒന്ന് കാണാതെ വന്നാൽ പിന്നെ എങ്ങനെ ശരിയാവും അമ്മേ? രാഗിണി കള്ളച്ചിരിയോട് പറഞ്ഞു. എൻ്റെ അച്ഛന് ഏറ്റവും കൂടുതൽ തലവേദനയായി മാറിയിരിക്കുന്നത് അവളല്ലേ. അവൾ അങ്ങനെ പെട്ടെന്നങ്ങ് ഒതുങ്ങുന്ന ടൈപ്പൊന്നുമല്ലല്ലോ അച്ഛാ. ജയപാലൻ ദീർഘമായൊന്ന് നിശ്വസിച്ചു. അരവിന്ദിന്റെ മക്കളിൽ ഏറ്റവും എല്ലു കൂടിയതാ അവള് കാവേരി. അവളെ എങ്ങനെ ഒതുക്കണമെന്നൊക്കെ എനിക്കറിയാം. ഇനി തീരെ സഹിക്കാൻ വയ്യാതെ വന്ന അവള് എന്ന ജന്മത്തെ തന്നെ ഈ ഒരു ഭൂമിയിൽ നിന്നങ്ങ് ഇല്ലായ്മ ചെയ്യാനും ഞാൻ മടിക്കില്ല. ജയപാലന്റെ കണ്ണുകളിൽ ക്രൂരത നിറഞ്ഞു നിന്നു. അവളെ പറ്റിയിട്ട് ചിന്തിച്ചിട്ടൊന്നും നീ നിന്റെ സമയം കളയണ്ട. നിന്റെ ഭാവി പ്ലാനുകളൊക്കെ എന്താ? ജയപാലൻ വിഷയം മാറ്റി. ഇനി എന്ത് ഭാവി പ്ലാൻ? പ്രവീണ ചിരിച്ചോട് ചോദിച്ചു. ഇനി മോളുടെ കല്യാണം ഉടനെ തന്നെ നടത്തണമല്ലേ ജയപാലേട്ടാ? പിന്നല്ലാതെ, ജയപാലൻ ആവേശത്തോടെ പറഞ്ഞു. എത്രയും വേഗം എൻ്റെ മോളുടെ കല്യാണം. അത് പുഷ്പവാടി കാണാത്ത രീതിയിൽ അത്യാഡംബരപൂർവ്വം തന്നെ ആയിരിക്കണം ഞാൻ നടത്താൻ പോകുന്നത്. അത് കേട്ടപ്പോൾ രാഗിണിക്ക് വളരെ സന്തോഷമായി. അച്ഛൻ തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. ഇതേ സമയം രാജേശ്വരിയുടെ വീട്ടിലും വളരെ സന്തോഷത്തിന്റെ നാളുകളായിരുന്നു. രാജേശ്വരിയുടെ ഭർത്താവ് വിദേശത്തു നിന്നും തിരിച്ചെത്തുകയാണ്. ഇനി തന്റെ ബിസിനസ്സുകളെല്ലാം തന്നെ അവിടെ അവസാനിപ്പിച്ച് നാട്ടിൽ തന്നെ സ്ഥിരതാമസമാക്കാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. അച്ഛൻ വന്നതിൽ നിവിനും ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. രാജേശ്വരി ഭർത്താവിനോട് വീട്ടിലെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന കൂട്ടത്തിൽ നിവിന്റെ ചുറ്റിക്കളിയൊക്കെ പറ്റിയിട്ടും അതെല്ലാം തന്നെ സൂചിപ്പിച്ചു. എത്രയും വേഗം തന്നെ അവന്റെ കല്യാണം നടത്തണം. രാഗിണി മോളുമായിട്ട് ജയപാലനേട്ടനും ഞാനും കൂടി ആ വാക്ക് പറഞ്ഞു വെച്ചിരിക്കുവാണ്. ഇനിയിപ്പോൾ ഏട്ടൻ വന്ന സ്ഥിതിക്ക് ജയപാലനോടൊന്ന് പോയി സംസാരിക്കണം. ഭർത്താവ് സമ്മതഭാവത്തിൽ തലയാട്ടി. നീ പറയുന്നത് പോലെ രാജി, നിന്റെ ആങ്ങളുടെ മകനാവുമ്പോൾ എനിക്കും സന്തോഷം തന്നെയാ. എത്രയും വേഗം തന്നെ ഈ ഒരു ബന്ധം നമുക്ക് നടത്താം. നമ്മുടെ മകന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ബന്ധമായത്. രാജേശ്വരിക്ക് ഒത്തിരിയധികം ആശങ്കയുണ്ടായിരുന്നു. അവൻ ഇവിടെ ചെറിയ ചുറ്റിക്കളികളൊക്കെ ഉണ്ട്. അതൊക്കെ അവൻ്റെ പ്രായത്തിൻ്റെ എടുത്തുചാട്ടം മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങനെ അതിനെ കാണുന്നുള്ളൂ. ആ പെണ്ണ് കാവേരി,
അവൻ എൻ്റെ മകനെ ഒരു ഉടുമ്പ് പിടിച്ചതുപോലെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അതിൽ നിന്നും അവനെ രക്ഷപ്പെടുത്തണം. അതിന് രാഗിണിമോൾക്ക് മാത്രമേ കഴിയുള്ളൂ. അങ്ങനെ അവർ 3 പേരും കൂടി ജയപാലിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് കല്യാണക്കാരും ഔദ്യോഗികമായി തന്നെ സംസാരിക്കാൻ തീരുമാനിച്ചു. ജയപാലിൻ്റെ വീട്ടിലെ സ്വീകരണ മുറിയിൽ അവൾ വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുമ്പോഴാണ് രാഗിണി അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ ഇവിടെ ഒരു ഗൂഢാലോചന? രാഗിണി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഗൂഢാലോചന ഒന്നുമല്ല മോളെ, നിന്റെ കല്യാണക്കാരൻ ഞങ്ങൾ സംസാരിക്കുമായിരുന്നു. പ്രവീണ പറഞ്ഞു. ആരാ എൻ്റെ വരൻ? രാഗിണി ആകാംക്ഷയോട് ചോദിച്ചു. ജയബാലൻ അഭിമാനത്തോടെ പറഞ്ഞു. മറ്റാരാ, ദേ രാജേശ്വരൻ മകൻ നിവിൻ. നിനക്ക് എന്തുകൊണ്ട് ചേരുന്ന അവൻ തന്നെയല്ലേ ഈ അച്ഛൻ കണ്ടുപിടിച്ചിരിക്കുന്നത്? രാഗിണിയുടെ മുഖം വിടർന്നു. നിവിൻ? ഓ, അവൻ എനിക്ക് എന്തായാലും ബെസ്റ്റ് ചോയ്സ് തന്നെയാച്ചാ. കുഞ്ഞിലെ മുതൽ നിവിനോട് അവൾക്കൊരു ആരാധനയും പ്രണയവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടാമതൊന്ന് ആലോചിക്കാതെ തന്നെ അവൾ ആ ബന്ധത്തിനങ്ങ് സമ്മതം മൂളി. രാജേശ്വരി വളരെ സ്നേഹത്തോടെ രാഗിണിയെ അടുത്തേക്ക് വിളിച്ച് ചേർത്ത് പിടിച്ചു. ആൻറ്റിയുടെ വീട്ടിലേക്ക് ആൻറ്റിയുടെ മരുമകളായി വരാൻ മോൾക്ക് സമ്മതമല്ലേ? അതെൻ്റെ സ്വന്തം വീട് തന്നെയല്ലേ ആൻറ്റി, എനിക്ക് അത്രയും സന്തോഷമേ ഉള്ളൂ, രാഗിണി മറുപടി പറഞ്ഞു. അങ്ങനെ നിവിന് താല്പര്യം പോലുമില്ലാതെ രാഗിണിയുടെയും നിവിൻ്റെയും കല്യാണം ഇരു കുടുംബങ്ങളും ചേർന്ന് ഉറപ്പിച്ചു. തൻ്റെ കല്യാണം ഉറപ്പിച്ചു തരുന്ന നിവിൻ ആകെ തകർന്നു പോയിരുന്നു. അവൻ നേരെ വിനീതിൻ്റെ കടയിലേക്ക് പാഞ്ഞെത്തി. കാവേരിയോട് തൻ്റെ പ്രണയം അത്രത്തോളം ആത്മാർത്ഥമായിരുന്നു. വിനീതെ, നീ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണം, നിവിൻ കെഞ്ചി. കാവേരിയുടെ മനസ്സിലിരിപ്പ് എന്താണെങ്കിലും നീ ഒരൊറ്റ തവണെങ്കിലും അതൊന്ന് അറിഞ്ഞിരിക്കണം. വിനീത് അവനെ സമാധാനിപ്പിക്കാൻ നോക്കി. എടാ, കാവേരിയുമായിട്ടുള്ള ബന്ധത്തേക്കാൾ നിനക്ക് എന്തുകൊണ്ടും നല്ലത് രാഗിണി തന്നെയല്ലേ? നിന്റെ വീട്ടിലും എല്ലാവർക്കും അതാ സമ്മതം. നിന്റെ അമ്മയെ ധിക്കരിച്ചുകൊണ്ട് നിനക്ക് കാവേരിയെ കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇനി നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചാൽ തന്നെ ഒരിക്കലും നിന്റെ അമ്മ ആ കല്യാണം അംഗീകരിക്കില്ല. കാവേരിയെ മരുമകളായി കാണുകയുമില്ല. വെറുതെ എന്തിനാടാ ആ കുടുംബത്തിൽ നീ ആയിട്ടൊരു പുതിയ പ്രശ്നമുണ്ടാക്കുന്നത്? ഇപ്പൊ തന്നെ ആ കുടുംബത്തിൽ 100 കൂട്ടം പ്രശ്നങ്ങളാ. അതിനിടയിൽ കാവേരിക്ക് നീയായിട്ട് ഇനി ഒരു പ്രശ്നം കൂടി ഉണ്ടാക്കി കൊടുക്കണോ? നിവിൻ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ബ്രോ, അങ്ങനെ പറയരുത്. കാവേരിയുടെ മനസ്സിൽ എനിക്കൊരു സ്ഥാനമുണ്ടോ എന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. എനിക്ക് കാവേരിക്ക് അവരുടെ മനസ്സിലൊരു സ്ഥാനമുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും കാവേരിയുടെ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വരില്ല. ഇത് സത്യമാ, നീ എന്നെ സഹായിച്ചേ പറ്റൂ, നിവിൻ വല്ലാതെ അപേക്ഷിച്ചു. അവൻ്റെ സങ്കടം കണ്ടപ്പോൾ വിനീത് മനസ്സറിഞ്ഞു. ഞാൻ എങ്ങനെ നിന്നെ സഹായിക്കാമെന്ന് നീ പറയുന്നത്? അതെ, ഞാനൊരു കത്തെഴുതി തരാം. അതിൽ എൻ്റെ മനസ്സ് മുഴുവൻ തുറന്ന് ഞാൻ എഴുതി തരാം. അത് നീ കാവേരിയെ ഏൽപ്പിക്കണം. അവൾ അത് വായിച്ചതിന് ശേഷം എന്ത് തീരുമാനമെടുത്താലും ആ തീരുമാനമൊക്കെ ഞാൻ ഉൾക്കൊള്ളും. കൂട്ടുകാരൻ്റെ സങ്കടം കാണാൻ വയ്യാതെ വിനീത് അതിന് സമ്മതിച്ചു. നിവിൻ തൻ്റെ മനസ്സിലുള്ള സകല കാര്യങ്ങളും കാവേരിയോട് അടങ്ങാനാത്ത പ്രണയവും എല്ലാം തന്നെ ചേർത്തിട്ട് ഒരു നീണ്ട കത്തെഴുതി വിനീതിനെ ഏൽപ്പിച്ചു. ആ കത്തുമായി വിനീത് വീട്ടിലേക്ക് നടക്കുമ്പോൾ വിനീതിൻ്റെ മനസ്സിൽ വലിയ ടെൻഷനായിരുന്നു. വീട്ടിൽ ആരും കാണാതെ ഇതെങ്ങനെ കാവേരിയുടെ കയ്യിലേക്ക് എത്തിക്കും? വിനീത് വീട്ടിലെത്തുമ്പോൾ കാവേരി അവിടെ ഉണ്ടായിരുന്നില്ല. അവൻ പതുക്കെ മുറിയിൽ കയറിയിട്ട് ഗംഗയെ കാണാതെ ആ കത്ത് അവിടെ എവിടെ ഒളിപ്പിച്ചു വെച്ചു. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. വിനീത് പുറത്തുപോയ തക്കം നോക്കി മുറി ഒതുക്കി വെക്കുകയായിരുന്ന ഗംഗയുടെ കയ്യിൽ ആ കത്ത് കിട്ടി. കൃത്യമായി തന്നെ ആ കത്ത് തുറന്നു വായിച്ച ഗംഗയുടെ കണ്ണുകൾ കോപം കൊണ്ട് ജ്വലിച്ചു. നിവിൻ കാവേരിക്ക് എഴുതിയതാണ് ഇതെന്ന് അവൾക്ക് വേഗം തന്നെ മനസ്സിലായി. അതിലൊരുപരി ഈ കത്ത് ഇവിടെ കൊണ്ടുവച്ചത് വിനീതേട്ടനാണെന്നും അവൾക്ക് ഉറപ്പായി. വിനീത് മുറിയിലേക്ക് വന്നപ്പോൾ ഗംഗ അവനെ നേരെ തിരിച്ചു. വിനീതേട്ടൻ, ഈ ചെയ്തത് ശരിയാണോ? അവളുടെ ശബ്ദത്തിൽ നല്ല കടുപ്പമുണ്ടായിരുന്നു. വിനീത് ഒന്ന് പതുങ്ങി. എന്താ ഗംഗേ? വിനീതേട്ടൻ പണ്ടത്തെ ആളല്ല. പണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്താലും അതിന് വിനീതേട്ടനായിരുന്ന ന്യായങ്ങൾ കാണും. കൂട്ടുകാരന് വേണ്ടി സഹായം ചെയ്തു എന്ന് എല്ലാവരും കരുതും. പക്ഷേ ഇപ്പോൾ വിനീതേട്ടൻ ആരാണെന്ന് വല്ല ബോധ്യമുണ്ടോ? ഗംഗ ചോദിച്ചു. ഗംഗേ, നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ ആരാണെന്നോ? വിനീതൊന്നും മനസ്സിലാവാതെ ചോദിച്ചു. അതെ, വിനീതേട്ടൻ ആരാ? എൻ്റെ ഭർത്താവ്. ഞാൻ ഈ കുടുംബത്തിലെ മൂത്ത മകളാ. അതായത് ഈ കുടുംബത്തിലെ മൂത്ത മരുമകനാണ് വിനീതേട്ടൻ. അച്ഛൻ പോലുമില്ലാതെ ഈ സമയത്ത് കുടുംബത്തിലെ എല്ലാവരുടെയും കാര്യം നോക്കേണ്ട ആള് വിനീതേട്ടനല്ലേ? ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ വിനീതേട്ടൻ അച്ഛനെ ഏൽപ്പിച്ചിരിക്കുന്നത് വിനീതേട്ടനെ എന്ന് നാഴിക്ക് 40 വട്ടം പറയുന്ന വിനീതേട്ടൻ ഇങ്ങനൊരു തെറ്റ് ചെയ്താൽ എങ്ങനെ ചെയ്യാൻ സാധിച്ചു? ഗംഗയുടെ വാക്കുകൾ ശരങ്ങൾ പോലെ വിനീതിൻ്റെ നെഞ്ചിലങ്ങ് തറച്ചു. സ്വന്തം അനിയത്തിക്ക് വന്ന പ്രേമലേഖനം എഴുതുന്നവൻ്റെ കയ്യിൽ നിന്നും അത് അടിച്ചുകൊണ്ട് വാങ്ങിച്ചു വന്ന് അവൾക്ക് കൊടുക്കാൻ ദൂതു വരാൻ നിങ്ങൾക്ക് നാണമില്ലേ? ഗംഗ ഉറക്കെ അങ്ങ് ചോദിച്ചു. നിവിൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ അവനെ എതിർത്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കേണ്ടതിന് പകരം അവനെ സഹായിക്കാൻ നോക്കുകയാണോ വേണ്ടത്? എൻ്റെ അനിയത്തിയും അവനും തമ്മിലുള്ള ആ ഒരു ബന്ധം ഒരിക്കലും നടക്കില്ല എന്ന് അവനോട് പറയാമായിരുന്നില്ലേ? ഇപ്പോൾ നിങ്ങൾ ഈ ചെയ്ത പ്രവൃത്തി ഒരു കൂട്ടുകാരന് വേണ്ടി ചെയ്യുന്ന കാര്യം മാത്രമാണോ? അല്ലാതെ ഈ കുടുംബത്തിലെ മരുമകൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. വിനീത് തല കുനിച്ചു നിന്നു. ഗംഗ പറയുന്നത് അക്ഷരം പ്രതി ശരിയാണെന്ന് അവന് ബോധ്യപ്പെട്ടിരുന്നു. അങ്ങനെ ഇത് ആരെങ്കിലും മറന്നു കഴിഞ്ഞാൽ പിന്നെ വിനീതിൻ്റെ സ്ഥാനം എന്താവും? ഈ കുടുംബത്തിൽ എൻ്റെ അമ്മയും മുത്തശ്ശിയൊക്കെ വിനീതിനെ പറ്റി എന്ത് കരുതും? എന്തിന്? കാവേരിയുടെ കയ്യിൽ ഈ കത്ത് നിങ്ങൾ കൊടുത്തിരുന്നെങ്കിൽ എത്ര ചീപ്പായിട്ടായിരിക്കും അവൾ പോലും വിനീതേട്ടനെ കാണുക. ഇങ്ങനെയാണോ ഒരു മൂത്ത ജ്യേഷ്ഠൻ്റെ സ്ഥാനത്ത് നിന്ന് ആൾ പ്രതികരിക്കേണ്ടത്? ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും വിനീത് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൻ വളരെ അപേക്ഷാപൂർവ്വം പറഞ്ഞു. സോറി ഗംഗേ, ഞാൻ ഇത്ര കാര്യമായിട്ടൊന്നും ചിന്തിച്ചിട്ടില്ല. ചിന്തിക്കണം വിനീതേട്ട. ഗംഗ ദേഷ്യത്തോടെ ആ ഒരു കത്തങ്ങ് വലിച്ചു കീറി.
ഇനി ഓരോ കാര്യം ചെയ്യുമ്പോൾ 100 വട്ടം ചിന്തിക്കണം. വിനീതേട്ടന് ഇപ്പോൾ ഈ കുടുംബത്തിന്റെ ഒരു സ്ഥാനമുണ്ട്. ഇവിടെ എല്ലാവരുടെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വമുണ്ട്. കാവേരിയുടെ മൂത്ത ജ്യേഷ്ഠന്റെ സ്ഥാനമാണ് നിങ്ങൾക്ക്. അവൾക്ക് ഉപദേശങ്ങൾ കൊടുത്ത് നേർവഴിക്ക് നടത്തേണ്ട ആൾ തന്നെ കൂട്ടുകാരന്റെ പ്രേമലേഖനം എടുത്തുകൊണ്ടുവരികയല്ല വേണ്ടത്. വലിച്ചു കയറിയ ആ കഷ്ണങ്ങൾ ഗംഗ നേരെ വേസ്റ്റ് ബിന്നിലേക്ക് എറിഞ്ഞു. വിനീത് വല്ലാതെ വിഷമം തോന്നിയെങ്കിലും ഗംഗ പറഞ്ഞതിൽ ആ ഒരു സത്യം അവനെ കൂടുതൽ ചിന്തിപ്പിച്ചു. താൻ ഇനി ഒരിക്കലും നിവിനെ സഹായിക്കാൻ ഒരു തീരുമാനമെടുക്കാൻ പാടില്ലായിരുന്നുവെന്ന് അവന് പൂർണ്ണമായും മനസ്സിലായി. വിനീത് വീണ്ടും ഗംഗയോട് മാപ്പ് ചോദിച്ചു. നിവിൻ തന്നോട് ഒട്ടും താല്പര്യമില്ലെന്ന് രാഗിണിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. കാവേരിയോട് അവന് കടുത്ത പ്രണയമുണ്ട് എന്ന കാര്യം രാജേശ്വരി രാഗിണിയോട് നേരത്തെ പറഞ്ഞിരുന്നു. അതൊന്നും സാരമില്ല ആൻറ്റി, രാഗിണി പുച്ഛത്തോടെ പറഞ്ഞു. അവളെയൊക്കെ എൻ്റെ വഴിയെ വെറും കല്ലുകട്ടകളായിട്ട് എനിക്ക് ഞാൻ കാണുന്നുള്ളൂ. അവളെ എങ്ങനെ തെറിപ്പിച്ച് കളയണമെന്നൊക്കെ ഈ രാഗിണിക്ക് നന്നായിട്ടറിയാം. നിവിനെ പോലെ ആളെ ആഗ്രഹിക്കാൻ പോലും അവൾക്ക് എന്ത് അർഹതയായുള്ളത്? നിവിൻ്റെ കാര്യം ആൻറ്റി എനിക്ക് വിട്ടേക്ക്. നിവിൻ ഇനി എനിക്ക് മാത്രം അവകാശപ്പെട്ടതാ. ആ വാക്കുകളിൽ രാഗിണിയുടെ വാശിയും കുശുമ്പും നിറഞ്ഞിരുന്നു. താൻ ആഗ്രഹിച്ചതെന്തും സ്വന്തമാക്കുന്ന പ്രകൃതമായിരുന്നു അവൾക്ക്. കാവേരിയും അവളുടെ വീട്ടുകാരും കാണിക്കാൻ വേണ്ടിയിട്ട് അവരെ വേദനിപ്പിക്കാനുമായി രാഗിണി പല തന്ത്രങ്ങളും മെനഞ്ഞു. നിവിന് തീരെ താല്പര്യമെങ്കിലും രാഗിണി അവൻ്റെ കൂടെ തന്നെ ബൈക്കിൽ ഇങ്ങനെ വലിഞ്ഞു കയറി യാത്ര ചെയ്യുന്ന അതിങ്ങനെ പതിവാക്കിയിരുന്നു. ഒരു ദിവസം അവർ ബൈക്കിൽ ഇങ്ങനെ പോകുന്ന സമയത്തിന് ഗംഗ അതുവഴി വരുന്നത് രാഗിണി കണ്ടു. ഉടനെ തന്നെ അവൾ താനും നിവിനും തമ്മിൽ അഗാധമായ പ്രണയത്തിലാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നിവിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. അവന്റെ തോളിലേക്ക് അങ്ങ് തല ചായ്ച്ചു വെച്ചു. ഗംഗ ആ കാഴ്ച കണ്ട് സ്തംഭിച്ചു പോയി. തന്റെ അനിയത്തിയുടെ പിന്നാലെ സ്നേഹം എന്ന് പറഞ്ഞ് നടന്നിട്ട് ഇപ്പോൾ വേറൊരു പെണ്ണിനെ കെട്ടിപ്പിടിച്ചു പോകുന്ന നിവിനെ കണ്ടപ്പോൾ കാവേരിയോട് ആത്മാർത്ഥ പ്രണയം, ഇവനാണോ കാവേരിയോട് ആത്മാർത്ഥമായ പ്രണയമുള്ളത്? നിവിനോടുള്ള ഗംഗയുടെ എല്ലാ ബഹുമാനവും അതോടൊങ്ങ് ഇല്ലാതായി. താൻ ചെയ്തത് തന്നെയാണ് ശരി. ആ കത്ത് തന്റെ അനിയത്തിയുടെ കൈകൾ എത്താതിരുന്നത് എന്തുകൊണ്ട് നന്നായി എന്ന് ഗംഗക്ക് പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ടു. എന്നാൽ ഇതൊന്നും അറിയാതെ യാതൊരുവിധ പങ്കുമില്ലാതെ കാവേരിയുടെ അവസ്ഥ വളരെയധികം ദയനീയമായിരുന്നു. നിവിൻ്റെയും രാഗിണിയെയും കല്യാണം ഉറപ്പിച്ചു എന്ന കാര്യം പറഞ്ഞപ്പോൾ അവളുടെ നെഞ്ചങ്ങ് തകർന്നുപോയി. പുറത്താരോടും പറഞ്ഞില്ലായെങ്കിലും അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിവിനോട് വല്ലാത്ത പ്രണയമുണ്ടായിരുന്നു. എല്ലാവരുടെയും എതിർപ്പുകൾ കാരണം, കുടുംബത്തിലെ പ്രശ്നങ്ങൾ കാരണവുമാണ് കാവേരി തൻ്റെ പ്രണയം പുറത്തേക്ക് പറയാതിരുന്നത്. നിവിനോട് അത് തുറന്നു സമ്മതിക്കാനും അതുകൊണ്ട് മാത്രമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവൻ്റെ കല്യാണം മറ്റൊരാളുമായി ഉറപ്പിച്ചു എന്നറിഞ്ഞപ്പോൾ അവൾക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ അച്ഛൻ്റെ മരണശേഷം തനിക്ക് ഏറ്റവും കൂടുതൽ താങ്ങായിട്ടും സപ്പോർട്ടായിട്ടും ചെയ്ത ആളാണ് നിവിൻ. ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും തനിക്ക് വലിയൊരു താങ്ങായി തന്നെ അവനുണ്ടായിരുന്നു. ആ നിവിൻ തന്നോട് കാണിച്ച പ്രണയമൊക്കെ വെറുതെ ആയിരുന്നോ എന്ന് പോലും അവൾ വേദനയോട് ചിന്തിച്ചു. മുറിക്കുള്ളിൽ അടച്ചിരുന്നു കൊണ്ട് തന്നെ അവൾ ഏറെ നേരം നിശബ്ദമായി കരഞ്ഞു. ആ കണ്ണീരിൻ്റെ വില ആരും തന്നെ അറിഞ്ഞില്ല. എന്നാൽ ഇതൊന്നും തന്നെ അറിയാതെ തന്നെ നിവിൻ അപ്പോഴും കാവേരിയുമായിട്ട് സംസാരിക്കാൻ ഒരു അവസരത്തിനായിട്ടിങ്ങനെ പരക്കം പാഞ്ഞ് നടക്കുകയായിരുന്നു. എങ്ങനെയെങ്കിലും തൻ്റെ മനസ്സിലെ പ്രണയം കാവേരിയെ അറിയിക്കണമെന്ന് മാത്രമായിരുന്നു നിവിൻ്റെ ചിന്ത. അങ്ങനെ നിവിൻ ആകെ വിഷമത്തോടു കൂടെ കാവേരി ചിന്തിച്ച് നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.